കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മത്സരങ്ങളൊക്കെ വെട്ടിക്കുറച്ചെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഒരു ആവേശം ഇല്ലെങ്കിലും പിന്നീട് ആവേശം അങ്ങോട്ട് കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കാത്തതുകൊണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ എന്നതിന് അത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അത് അവസാനിച്ചത്. ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനെ സത്യത്തിൽ പ്ലക്കി വിട്ടു. അമ്മാതിരി കളിയായിരുന്നു അവർ ഫൈനൽ മത്സരത്തിൽ കളിച്ചത്. ഹബാസിന്റെ പ്രതികാരം മുഴുവനും മോഹൻ ബഗാന്റെ മേലെ തീർത്തു. വരാൻ പോകുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലും ആവേശം പതിവില്ലാതെ ഉയരും എന്നതിൽ യാതൊരു മാറ്റമില്ല. കാരണം കുറെ നാളുകൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപോയ പ്ലേ ഓഫ് രീതി തിരികെ വരാൻ പോവുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക്. പ്ലേ ഓഫ് മത്സരം തിരികെ വരുന്നു. അതുകൂടാതെ മറ്റു പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി ഇന്നലെ ഖേൽനോവിന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലേ ഓഫ് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ ബ്രോഡ്കാസ്റ്റർ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഇത്തവണത്തെ ബ്രോഡ്കാസ്റ്റർ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഈ ആഴ്ച ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തും. പിന്നെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫിക്സ്ചർ വരും. റെലഗേഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ല. റെലഗേഷൻ എന്ന് പറയുന്ന സാധനം ടെക്നിക്കലി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഡയമണ്ട് ഹാർബർ ഗുസ്തി കളിക്കാത്തത് കൊണ്ട് ഡയമണ്ട് ഹാർബർ റെലഗേറ്റഡ് ആയി കണക്കാക്കുന്നത് കൊണ്ടാണ് റെലഗേഷൻ ഇല്ല എന്നുള്ള സാധനം വരുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ റെലഗേഷൻ ഇല്ലെങ്കിൽ പോലും ടെക്നിക്കലി അവിടെ റെലഗേഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ബ്രോഡ്കാസ്റ്ററെ കിട്ടിക്കഴിഞ്ഞിട്ടില്ല എങ്കിൽ യൂട്യൂബ് വഴി മത്സരം സ്ട്രീം ചെയ്യുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട്. അത് വൈഡ് ലെവൽ ഓഫ് അക്സെപ്റ്റൻസ് വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതൊക്കെയാണ് ഇന്നലെ പ്രധാനമായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് വന്ന 4 അപ്ഡേറ്റുകൾ.